ഹലോ 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 ബ്രോ എന്റെ വീടൊന്ന് തേക്കണമായിരുന്നു. ഓ തേക്കാനാണോ? അയ്യോ ചന്ദ്രു നീ എന്ത് പരിപാടി? അല്ല വീട് തേക്കാൻ ഒരാളെ നോക്കി തപ്പി അടക്കരുത്. ഇങ്ങനെ ബംഗാളിയിൽ കിട്ടുവാണെങ്കിലേ വീടിന്റെ അല്ലേ നാളെ ബാന് തീരുവല്ലേ, അപ്പൊ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പെട്ടെന്ന്. ഓ അങ്ങനെ വാ 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 നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്തായാലും കുണ്ടി കൊണ്ട് കുറെ പണിയെടുത്ത് ക്ഷീണിച്ചാണല്ലോ. വാ ഇനി ഞാൻ തേക്കാം കേട്ടോ. വാ അതെ ചന്ദ്രു, ഗ്യാങ് ഇല്ലെങ്കിൽ എന്താ നിന്റെ ഗ്യാങ് ബാങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഗ്യാങ് ബാങ്ങോ? എന്തൊക്കെയാ ബാബു അനാവശ്യങ്ങൾ പറയുന്നത് തത്സമയത്തിരുന്നു. ഓ നിനക്ക് അനാപത്യം കാണിക്കാം, നമ്മൾ പറയുന്നത് തെറ്റ്. ബാബു എങ്ങനെയുണ്ട് നിന്റെ ബംഗാളിലുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയുണ്ട്? എടാ സുഖം സുഖം സുഖം. പിന്നെ നമുക്ക് പിന്നെ ആൾക്കാർ കേസ് പറയുമ്പോ അച്ഛൻ അമ്മ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പൊ വിശേഷങ്ങൾ ഒരുപാടുണ്ടാവും. നമുക്കുണ്ടല്ലോടാ അളിയാ. എത്ര ഉണ്ട്? എനിക്കൊരെണ്ണം. നിനക്കാ? എനിക്ക് ഒരെണ്ണേ ഉള്ളു, പേരറിയാ നിനക്കാ? ഒരെണ്ണം ഉണ്ട്, പേരറിയില്ല. അപ്പൊ ഒന്നേ ഉണ്ടെന്ന് നീ എങ്ങനെ പറയും? ചന്ദ്രൻ വിട് വിട്, ആ ടോപ്പിക്ക് വിട്. ഗ്യാങ് ഹൗസിലോട്ട് പോവാം. ഇതിലും വലിയ ലവന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ബാബു ഗ്യാങ് ഹൗസ് ഒക്കെ അടച്ചിട്ടേക്കോടാ. ആ ഗ്യാങ് ഹൗസ് ഇല്ലേ, അടിച്ചിട്ടിക്കുവാണോ? ആ ബാനിട്ട് ഇപ്പം ബാനിട്ട് കഴിഞ്ഞാൽ മിസ്റ്റർ എക്സ് ഒന്ന് മറ്റേ താക്കോലൊക്കെ കൊണ്ടുവരും അവര്, മറ്റേ പൂട്ടും താക്കോലൊക്കെ. ഓ ഓ ഓ അങ്ങനെ ഉണ്ടോ? ആ അടച്ചിട്ടിട്ട് അവരങ്ങ് പോവും. ഓ നല്ല സെറ്റപ്പാണല്ലോ അപ്പൊ. അതാണ് ചന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഞാൻ നിന്നെ കാണുമ്പോ പറയണം വിചാരിച്ചിരിക്കാണ്. നമ്മുടെ ഗ്യാങ്ങില് പണ്ടുണ്ട റൂൾസ് ഇല്ലേ, അത് കുറച്ച് നമ്മൾ മാറ്റണം. പണ്ടുണ്ട്? ആരുണ്ടത്? പണ്ട് നിന്റെ തണ്ട അറിയില്ലാത്ത തണ്ടയില്ലേ, ആ പുള്ളിയുടെ കാര്യം. നീ വെറുതെ എന്നെ കൊണ്ട് അത് പറഞ്ഞ് നിനക്ക് ഡ്രോമ വാങ്ങരുത്, ഓക്കെ? എടാ ചന്ദ്രു, നമ്മുടെ ഗ്യാങ്ങിൽ പണ്ട് മുതലുള്ള നമ്മുടെ ഗ്യാങ്ങിൽ ബിഫോർ ദാറ്റ് ടൈം ഉണ്ട റൂൾസ് ഇല്ലേ, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തണം. കാരണം ചന്ദ്രു, ഇവന്മാർക്ക് ഒരു പണിയില്ലാതെ സിറ്റി നടക്കുന്നത് കൊണ്ടാണ് ഈ ബള്ളി എടുക്കുന്നത്. ബള്ളി എടുക്കുന്നത് കൊണ്ടാണല്ലോ ബാൻ കിട്ടുന്നത്. അതാണ് ആ ഇന്ന് ഇറങ്ങിയാണ്. കേറാൻ പറ്റത്തില്ല. അപ്പോ കേറാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് ആ എടാ ദൈവം വന്ന് ദൈവമേ. പിന്നെ ഗ്യാങ് റോൾ ഒന്ന് വേണം, പിന്നെ ഒരു സ്കിൻ ഒന്ന് ഇട്ടരാവോ? ചെറുതായിട്ട് ഇത് മാറിപ്പോയി മുഖം. അതെ, ഞാനൊരു സൈഡിലോട്ട് നിൽക്കാം. ബാബു ഇങ്ങോട്ടാ. ചന്ദ്രു എടാ ദൈവം വന്ന് ഞാൻ ഇത് റോളും വാങ്ങിച്ച് ഇതൊന്നും വാങ്ങിച്ചോട്ടെ. ഒറ്റ മിനിറ്റ്. ഗ്യാങ് റോള് അമ്പടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ് അടച്ചു പോടുന്നതിന്റെ അന്ന് വരെ എന്റെ റോൾ അവിടെ ഉണ്ടായിരിക്കും. എന്റെ മുതലാളി എന്നോട് പറഞ്ഞതാണ്. കണ്ട ഗ്യാങ്ങും തുടങ്ങി വലിഞ്ഞു കയറി വന്നവനൊക്കെ എന്നെ ഭരിക്കുന്ന. കേറിക്കൂടെ? ചെറിയ പിള്ളേരല്ലേ. അറിയില്ല, നമ്മൾ കുറച്ച് ദിവസം നമ്മൾ പറയില്ലേ, ഫീൽഡില് വെളിയിൽ നിന്ന് കളി കാണുന്നെന്ന് പറഞ്ഞ് നമ്മൾ കളിച്ച കളിയൊന്നും മറന്നിട്ടുണ്ടാവൂലല്ലോ ദൈവമേ. എന്നിറങ്ങിയാലും ഫോമാണ്, അത് വേറെ കാര്യം. ഒയ്യോ കിട്ടിയേട്ടാ, പാനിട്ടി. ഏതാണ് തന്ത? ചന്ദ്ര, ആ കേസ് പറയാൻ നിനക്ക് ട്രോമ, നീ തോറ്റു പോവും. എനിക്ക് എപ്പോഴും നിന്നെ പറയുന്നത് എനിക്ക് ഇച്ചിരി ഉളുപ്പ് തോന്നുന്നുണ്ട്. ഇപ്പഴാണ് ബാബു നീ ശരിക്കും അവിടെ നിന്ന് വന്ന ലുക്കിലോട്ടായത്. പണ്ട് ഞാനും നീ ഒരുപോലെ ഇരിക്കുക. എന്ത് കണ്ട ഇപ്പഴാണ് കറക്റ്റ് ആയത്. നീ എങ്ങനെ മാറ്റണേ? ഇതാണ് ബാബു നിന്റെ ശരിക്കുള്ള മുടി, സ്പൈക്ക്. ഈ മുടി അല്ല ഇതല്ല എന്റെ മുടി കേട്ടോ. ഇതാണ് നിന്റെ മുടി ബാബു. ഈ ഓഞ്ഞ മുടി നിന്റത്. എടാ ഇതാണ് നിന്റെ മുടി, സത്യടാ. എടാ ബാബു ഇത് മതിയടാ, ഇതാണ് ഐഡന്റിറ്റി ബാബു. ഇതിലാണ് നീ വന്നത്. അല്ല നീ എന്നെ പോലെ കണ്ടത്. ഞാൻ നിന്നെ എന്നാ പോലെ കണ്ടത്? സിറ്റി വന്നോട്ട്. ആ നീ സിറ്റിയിൽ വരുന്നതിന് മുന്നേ ഞാൻ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അതറിയൂ നിനക്ക്? ഇല്ല. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
എന്തിന് നീ മുരളിയെ മൂഞ്ചിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മുരളിയെ മൂഞ്ചിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ എനിക്കാണ് ജീനിയാറിറ്റി ഇതില്. ഹയറാർക്കി നടക്കാണാ? അല്ല ഹൈറാർക്കി അല്ല, ഹൈറാർക്കി കേസ് പറയില്ല. ഹൈറാർക്കി വെച്ച് നോക്കണേ നീ വെളിയിൽ, അതിൽ എനിക്ക് മുന്നേ വെളിയിൽ മുരളി മൂഞ്ചിക്കാൻ തുടങ്ങിയ വേറെ പല ഗെയിമിലും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കാലങ്ങളായി നമ്മള് പിന്തുടർന്നത്. അതെ 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 എടാ ഡാഡ് 0 കൊടുക്കടാ ബാബു. അത് നീ ഡാഡ് 0 നീ. എനിക്ക് ഡാഡ് 1. എനിക്ക് ഡാഡ് 1. ഡാഡ് 0 നിനക്കടാ, എനിക്ക് ഡാഡ് 1 ഉണ്ടാ. എനിക്ക് ഒരു ഡാഡി ഉള്ളതാണ്. എന്റെ ഫേസ് ഇങ്ങനെ നിന്റെ ഫേസ് ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. നിന്റെ ഫേസ് എങ്ങനെ ഇരിക്കണം നീ കണ്ടുണ്ടോ? ഞാൻ ഫോട്ടോ എടുത്ത് ഇപ്പൊ വെച്ചേക്കാം. നീ വെച്ചോ. എടാ മം 0 ഇല്ലല്ലോടാ. നിന്റെ അച്ഛന് കണക്കില്ലാത്തോണ്ടാണ്. അത് അച്ഛന്റെ കഴിവ്. ഞാൻ തിരിച്ചതുപോലെ. അപ്പൊ നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ലേ? ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നില്ല. ഡാഡ് 0 എനക്കുള്ള കലക്കിത് ഓക്സിജൻ അഴകത് പാട്ടുകളെ ഞാൻ കുറച്ച് ഇപ്പം പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ബാന കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ശുദ്ധ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എടാ മുഖം ശരിയാ ചന്ദ്ര കുറച്ചെങ്കിലും നോക്കട്ടെ. ഡാഡി 0 നീ തള്ളി നീക്കി ചന്ദ്രു കഴിവേരി തള്ളി നീക്കല്ലടാ. ഇവൻ തള്ളി നീക്കടാ, ബുദ്ധിയില്ലാത്ത മണ്ടൻ. ദൈവം വന്ന് ഇത് വെച്ചിട്ട് പോയതാണ്ടാ ചന്ദ്രു. നിന്റെ ഫേസ് ഇത് മതി. പഴയ മുടി വേണ്ട. പഴയ ഇത് ഈ മറ്റേ മുടിയാണ് നല്ലത്. ഇത് ആന മൂക്ക്. ഈ മൂക്ക് ഞാൻ എവിടെ കണ്ടുണ്ടല്ല. ചൂച്ചായിരം മൂക്ക് ഇതുപോലത്തെ മൂക്കല്ലേ. ഞാനേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ചായിരുന്നു. നിനക്ക് അപ്പോഴെപ്പോഴും തന്നേരം നിനക്ക് ഒന്നും ആവുന്നില്ല. ഒറ്റടിക്കലായിരുന്നു നിനക്ക് ഇഷ്ടം. മോനാണോ നീ? ഹലോ ഓക്കെ താങ്ക് യു ദൈവമേ. ചൂപ്പാ ചന്ദ്രു ഐ ആം ബാക്ക്. ഇപ്പൊ ഞാനായി. ഇപ്പൊ ശരിക്കുള്ള നിന്റെ തന്തര ലുക്കായി നോക്കിയേ. ഇപ്പൊ നീ മറ്റേ ഡാഡ് 0 ടപ്പല്ലേ ശരിയായത്? ഡാഡ് 0 ടപ്പല്ലേ ശരിയായത്? പറഞ്ഞില്ലേ അല്ലല്ല ഡാഡ് വണ്ണായിരുന്നു ചന്ദ്രു. സത്യങ്ങൾ ആൾക്കാര് സത്യം മനസ്സിലാക്കാൻ തുടങ്ങി. അത് മതി. ഇപ്പൊ ദൈവത്തിന്റെ ചോദിച്ചോളൂ. നീ ഡാഡി 21 ഇട്ടിരിക്കുന്നേ. വണ്ടി ഓടിച്ചു. ഞാൻ ഒന്ന് AFK ആവണം. ഒരു 5 മിനിറ്റ് എനിക്ക് ഇപ്പൊ വരാം. വണ്ടി ഓടിച്ചോ. ഓക്കെ ഡൺ. കേറി കൊണ്ടുപോകും കേട്ടാ പുണ്ടച്ചി. തോന്നിച്ചിരുന്നു പറഞ്ഞു. പിന്നെ എന്താണ് ഇവിടെ ഹെൽത്ത് കൂട്ട ഉപയോഗിക്കുന്നത്? ഇവിടെ ഇത് ഞാൻ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഡോണ്ട് യൂസ് ഹെൽത്ത് കൂട്ടനാണ്. Goal completed. God of Shiva bro, thank you so much for the 5 AED super chat. God of Shiva bro, thank you so much. It's a lot. എവിടെ നീ റേഡി 8 ഉണ്ടെന്ന് കണ്ടു നോക്കാം. നമ്മുടെ പൈമാലുണ്ടോ നോക്കിയെന്ന്. ഡെയിലി 81 നോക്കട്ടെ. ഇന്ന് മീറ്റിംഗ് എത്ര മണിക്ക്? AJ Atom bro, thank you so much for 5 Qatar Riyal. 9 ഓക്കെ. നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞ അജണ്ട നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരുപോലെ ഇരിക്കണം. മനസ്സിലായില്ലേ? നിനക്ക് അജണ്ട അവരെ ഫ്രണ്ടി വെച്ച് പറയാം. നിന്റെ ഫ്രണ്ടി വെച്ച് പറയാൻ നീ പ്ലാൻ മാറ്റും. ബാബു നീ വന്നിട്ട് കുറച്ച് ദിവസം അനുസരിച്ച് സംസാരിക്കാം കേട്ടാ. ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല. ഞാൻ എല്ലാം അറിയുന്ന ഒരുത്തിനെ പോലെ സംസാരിക്കൂ.
ചന്ദ്രു നമ്മുടെ ജഡ്ജിനില്ലേ ജഡ്ജിയാ ജഡ്ജിൻ ജഡ്ജിയല്ലടാ ജഡ്ജിൻ ടെണ്ടുൽക്കർ ഫുഡ് ഡിന്നറായിട്ട് എത്ര വർഷമായി? എടാ നീ വീണ്ടും ബംഗാളിലൊക്കെ ബംഗാളിൽ പോയിട്ട് വന്നപ്പോ നിന്റെ സൗണ്ട് വീണ്ടും മാറിയാട്ടാ. നീ വീണ്ടും മറ്റേ പഴയ സ്ലാങ് അവിടത്തെ മലയാളം ഒഴിച്ച് മറ്റേ ബീഡാവാളെടുത്ത് സംസാരിച്ച് പഴയ സ്ലാങ് ആയി നിന്റെ. മലയാളം ഒഴിച്ച് ഒരു ഇത് പോയി. പക്ഷെ കുഴപ്പമില്ല. 2 days ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ കൂടെ വിളിച്ച് ഞാൻ മലയാളം തന്നെയും പറയും. അതുകൊണ്ട് പ്രശ്നമില്ല. മലയാളം മറന്നു പോകുന്നതല്ലല്ലോ. അവിടെ പോകുമ്പോ മാട്ട ബീഡ സംസാരം അല്ലെങ്കിൽ അവന്മാർ എന്നെ മലയാളിനെ വിളിക്കും. അതിൽപ്പരം ആശ്ചര്യം എനിക്ക് വേറെയില്ല. മലയാളികൾക്ക് കുഴപ്പമില്ല. മലയാളി എന്ന് പറയുമ്പോ എനിക്ക് നിന്നെ പോലെ മൈരലല്ലേ ഓർമ്മ വരുന്നേ.